താങ്ക് യു സോ മച്ച്. നിങ്ങൾ തന്ന സ്നേഹത്തിന് ഉറപ്പാണ്. ഒരു രൂപ എന്നല്ല, ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ അത് ഫുള്ളസ്റ്റ് യൂട്ടിലൈസേഷൻ. ഇപ്പം നേരെ വലിയൊരു മുന്നേറ്റമാണ് നമ്മുടെ ഗാന്ധി ഭവൻ സ്പെഷ്യൽ സ്കൂളിന് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഇന്ന് എന്താ ഇവിടെ പരിപാടി എന്നറിയാമോ? കമ്പ്യൂട്ടർ ഉദ്ഘാടനം അല്ലേ? എന്താ കമ്പ്യൂട്ടർ ഉദ്ഘാടനം? പഠിപ്പിക്കാൻ പോവാ. ആരാ പഠിക്കുന്നേ? നമ്മള് പഠിക്കാൻ പോവാ അല്ലേ? ആരൊക്കെയാ കമ്പ്യൂട്ടർ പഠിക്കുന്നവരെന്ന് കൈ നോക്കിക്കേ. അടിപൊളി. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടുന്ന ഒരു വലിയ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കമ്പ്യൂട്ടർ ലാബ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഇവിടെ ഒരുക്കി തന്നിരിക്കുകയാണ്. തൊണ്ടരി വെള്ളിത്താരം പാലത്തിയൊരു പേരുണ്ട്, പേര് കേട്ടാൽ ഇങ്ങിച്ചിരിക്കും. അമ്മിളിയമ്മാവൻ നല്ലോരമ്മിളിയമ്മാവൻ നമ്മളോടൊപ്പം കൂടെയോടും. വെണ്ണില ചന്ദന കിണ്ണം ഉന്നമടക്കായിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. ഗാന്ധി ഭവനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഗാന്ധി ഭവൻ സ്പെഷ്യൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിനാണ് ഇപ്പോൾ നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഏതാണ്ടൊരു 60 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള വീടുകളിലെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് അവരെ എല്ലാ തരത്തിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അവരെ വളരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഗാന്ധി ഭവനിലെ കുഞ്ഞുങ്ങൾ ഏതാണ്ട് 35 പേർ തന്നെ ഈ കൂട്ടത്തിലുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് എല്ലാ കുട്ടികളും. അവർക്കെല്ലാം പൂർണ്ണമായിട്ടും ഗാന്ധി ഭവൻ സൗജന്യമായ പഠനവും പരിശീലനങ്ങളും ഒക്കെയാണ് നടത്തി വരുന്നത്. അപ്പോൾ ഈ നന്മ കണ്ടറിഞ്ഞ ഒരുപാട് പ്രസ്ഥാനങ്ങൾ നമ്മളെ പിന്തുണയ്ക്കുവാനായി ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ നിലവിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റിയുടെ ഒരു ഓഡിയോളജി ലാബ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിംസ് ഹോസ്പിറ്റലിൻ്റെ ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിച്ച് വരുന്നു. അപ്പോൾ പാട്ട്, നൃത്തം അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ കമ്പ്യൂട്ടറിൽ അഭിരുചിയുള്ള ധാരാളം കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ നിലയിൽ ഒരുപാട് മുന്നോട്ട് വരുവാനുള്ള ഒരു അവസരം ഒരുക്കിക്കൊണ്ടാണ് വളരെ പ്രശസ്തവും പ്രമുഖവുമായ RM ഇന്ത്യ എന്ന ആ ഒരു വലിയ പ്രസ്ഥാനം, ആ കമ്പനിയുടെ ആ സ്ഥാപനത്തിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ച് ഗാന്ധി ഭവനിലെ കുഞ്ഞുങ്ങൾക്കായി, സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു കമ്പ്യൂട്ടർ ലാബ് ഇവിടെ സ്ഥാപിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. RM ഇന്ത്യയുടെ ചീഫ് പ്യൂപ്പിൾ ഓഫീസറായിട്ടുള്ള സനിത സിംഗ് മാഡമുണ്ട്. സീനിയർ ജനറൽ മാനേജറായിട്ടുള്ള റാണി വിനോദ് മാഡം മുമ്പും നമുക്ക് സമാശ്വാസങ്ങൾ നൽകിയിട്ടുണ്ട്. സീനിയർ പ്രോജക്റ്റ് ലീഡായിട്ടുള്ള ശ്രീമതി രശ്മി നായർ, സീനിയർ എക്സിക്യൂട്ടീവ് ശ്രീ ജോജി ജോർജ് അവർ. നമ്മുടെ മക്കൾ അവരെല്ലാം രാവിലെ മുതൽ വലിയ ആഹ്ലാദത്തിലാണ്. കാരണം പുതിയ ഒരു മേഖലയിലേക്ക് കടക്കാനുള്ളൊരു ത്രില്ലിലാണ് അല്ലേ? ആണോ? താങ്ക് യു സോ മച്ച്. നിങ്ങൾ തന്ന സ്നേഹത്തിന് വളരെ നന്ദി.
and I hope this computer lab really helps in educating the students over here. Very, very happy to be here and very humbled. ഞാൻ പറയുന്നതല്ല, ഹൃദയത്തിൽ നിന്ന് പറയാണ്. ഞങ്ങൾ ഒത്തിരി സന്തോഷം. ഇങ്ങനെ ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന RM ഇന്ത്യ എന്ന് പറയുന്ന UK ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയുടെ ഇന്ത്യയിലുള്ള ഡെവലപ്മെൻറ്റ് യൂണിറ്റാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ 4 പേരാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ CSR ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പ്രിഡോമിനൻ്റ്ലി ടു എഡ്യൂക്കേഷൻ സെക്ടറാണ് ആകാൻ പറ്റുന്നത്. അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എഡ്യൂക്കേഷൻ സെക്ടറിലാണ് ഹെൽപ്പൊക്കെ കൊടുക്കുന്നത്. അപ്പം ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഉറപ്പാണ് ഒരു രൂപ എന്നല്ല ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ അത് ഫുള്ളസ്റ്റ് യൂട്ടിലൈസേഷൻ. ഇപ്പം നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോജക്റ്റിന് പകരം നിങ്ങളത് 4 ഇരട്ടിയായിട്ടാണ്. അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ, എത്രത്തോളം കുട്ടികൾ അത് സഹായമാകുന്നു. അപ്പം കുട്ടികളുടെ സന്തോഷം കാണുമ്പോൾ തന്നെ അറിയാം ഇത്. അങ്ങനെ വലിയൊരു മുന്നേറ്റമാണ് നമ്മുടെ ഗാന്ധി ഭവൻ സ്പെഷ്യൽ സ്കൂളിന് കിട്ടിയിരിക്കുന്നത്. UK ബേസ്ഡ് ആയിട്ടുള്ള RM ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയാണ് നമുക്ക് CSR ഫണ്ടിലൂടെ ഇത് നൽകിയിരിക്കുന്നത്. അവർ എഡ്യൂക്കേഷൻ ഫീൽഡിൽ മാത്രമാണ് അവരുടെ CSR ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും നന്നായി ഏറ്റവും ഭംഗിയായി അവരുടെ CSR ഫണ്ട് നമ്മൾ ചെലവഴിച്ചു എന്ന ആ വലിയൊരു അതിൻ്റെ ഏറ്റവും മുതിർന്ന ഓഫീസേഴ്സ് ഇവിടെ വന്ന് പറഞ്ഞത് തന്നെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ സ്പെഷ്യൽ സ്കൂളിൻ്റെ മക്കൾക്ക് വലിയൊരു ആഘോഷമായിരിക്കും അവർക്ക് ഈ കിട്ടിയിരിക്കുന്ന കാര്യം.